ആ ഞാനും മാമനും പപ്പടം വെളിച്ചെണ്ണയിലാണ്ട് ചൂടാൻ പോകാട്ടാ. പോയോ മാമ? ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ എണ്ണയിലാണ്ട് പപ്പടം ചൂടാൻ പോവാ. വെറൈറ്റി സാധനം കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. അത് നമുക്ക് മാമനാണ് ഉണ്ടാക്കണം കേട്ടാ. അത് നമ്മൾ മാമൻ്റെ അടിക്ക് വന്നാ. അത് മാമന്റെ പപ്പടം ഉണ്ടാക്കാൻ പോണ് ഇടുക്ക് മാമ പപ്പടം. ആ മാമ പണ്ട് ഗൾഫിൽ ഈ പപ്പടമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടാ. പണ്ടത്തെ സാധന നമുക്കിത് ഉണ്ടാക്കാം. വെറുതെ ഒന്നുമില്ല, പാൻ വെക്കുക, പപ്പടം ഇടുക, തീ കത്തിക്കുക. മോക്കൊക്കെ ഉണ്ട് മാമന്റെ, എല്ലാം ഉണ്ട് ഫുൾ. മാമൻ സെറ്റാണ് കണ്ടാ. മാമൻ ഇത് പപ്പടമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് മായ, നമ്മുടെ ക്യാമറാമാൻ മായ. അമ്മ ഇത് അമ്മ എന്തോ കഥ പറഞ്ഞിരിക്കുക. ജോർജ് സാറ് എല്ലാവരും ഇടുന്നുണ്ട്. ഇതേ മാമൻ കണ്ടാ, മാമൻ ഉണ്ടാക്കി സെറ്റാക്കുന്നുണ്ട് കണ്ടാ. പപ്പടം ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടുക. ഇത് മറ്റേ പണ്ടൊക്കെ നമ്മൾ അടുപ്പിൽ ചുടുമ്പോൾ വെണ്ണീറ് സാധനങ്ങളൊക്കെ വരും. ഇതാകുമ്പോൾ ഇതില്ല, സുഖമായിട്ട് പപ്പടം പൊളച്ച് കിട്ടും, നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാം. മറ്റേ വെണ്ണൂറിൻ്റെ പ്രശ്നം, അതുപോലെ അടുപ്പിലെ മറ്റേത് തീക്കാനല് കരിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ പപ്പടം ചെയ്യാൻ പറ്റിയിട്ടാണ്. ഞാനിതിപ്പോൾ അറിയണേ, നമ്മൾ ഉണ്ടാക്കാറില്ല, നമ്മൾ അടുപ്പിലിടാറ്. അടുപ്പിലിട്ട് കഴിഞ്ഞാൽ പകുതി കരിഞ്ഞു പോകും. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, സെറ്റാണ്. പപ്പടമൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. ചെറിയ ചെറിയ മറ്റേ പാടുകളൊക്കെ കണ്ട. ഇതെന്താ എൻ്റെ അടുപ്പിലത്തേക്കാളും സൂപ്പറായിട്ട്, പൊടികളൊന്നുമില്ല, കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ പോലെയുള്ള പപ്പടം കണ്ട. ഇതിൻ്റെ ഇത് നമ്മുടെ മാമനാട്ടാ. നമ്മുടെ പപ്പടം സെറ്റായിട്ടുണ്ട് ഇടാം. അപ്പം നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നോക്കാം. അപ്പോൾ ഈ പപ്പടം എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക. വെളിച്ചെണ്ണ വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് കുറച്ച് ഗ്യാസ് മതി. അപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി വേണ്ടത് മാമൻ്റെ ഐഡിയ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ